ചേട്ടനില്ലാത്തൊരു വലിയ മിസ്സിങ് തന്നെ അല്ലേ? ചേട്ടൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വൈബായിരിക്കും. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. ഞാൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും തലേദിവസം മുമ്പേ കിച്ചോടെ ഇന്നത് ചെയ്യണം, ഇന്നത് എടുക്കണം. പിന്നെ അനുവിന്റെ വീട്ടിൽ വിളിച്ചു, അവരൊക്കെ എപ്പോൾ വരും, എല്ലാ കാര്യങ്ങളും ചേട്ടൻ തന്നെ എൻ്റെ അടുത്ത് പറയണമെങ്കിലും ഞാൻ ചെയ്യുന്ന മുമ്പ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കും ചേട്ടൻ. 8 വർഷം അങ്ങനെ ജീവിച്ചു, ഇത്ര വർഷം കൂടെ ഉള്ളൂ. മുടി ഇങ്ങനെ ആക്കിയത് ഞാൻ ലിപ്സ്റ്റിക്കൊന്നും ഇടൂലായിരുന്നു. അങ്ങനെ ചേട്ടൻ തന്നെ. പിന്നെ നമ്മുടെ സാഹചര്യം, അപ്പൊ ഞാൻ ചേട്ടനോട് ഇങ്ങനെ ആഗ്രഹം പറഞ്ഞു. അച്ഛനാണെങ്കിൽ ഈ ക്രിക്കറ്റ് ഒക്കെ ഉണ്ട്, IPL ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയിരുന്നാണ് TV കണ്ടിട്ട് വരുന്നത്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ചേട്ടൻ നമുക്ക് അച്ഛനൊരു TV വാങ്ങിച്ചു കൊടുക്കാം. ഞങ്ങള് കഴിഞ്ഞ ആഴ്ച TV ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇപ്പൊ അച്ഛൻ വേറൊരിടത്തും പോകുന്നില്ല, വീട്ടിൽ ഇരുന്ന് തന്നെ TV ഒക്കെ കാണുന്നുണ്ട്. സ്പാ ചെയ്യാനൊക്കെ പാർലറിലൊക്കെ എൻ്റെ അടുത്ത് പോകാൻ പറയും കല്യാണത്തിന് മുന്നേ. പിന്നെ അച്ഛന് ചിലപ്പോൾ ഡയാലിസിസ് ഉള്ള സമയത്ത് അച്ഛന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകും. ചേട്ടൻ കൂടെ വന്നപ്പോൾ കുഴപ്പമില്ല, പൈസയൊക്കെ ചേട്ടൻ തരുമായിരുന്നു. ഞാൻ ചേച്ചിയുടെ ദിവസം കാറിൽ പോയിക്കൊണ്ടിരുന്ന ടൈമിൽ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാ അവിടെ TV ഇല്ല, ഇതുപോലെ അവിടെ TV വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ അനു എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ നമുക്കിങ്ങനെ ഒരു TV വാങ്ങിച്ചു കൊടുക്കാമോ, ചേട്ടന് താല്പര്യം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം പോയി TV ഒക്കെ വാങ്ങിച്ച് ഇവിടെ വീട്ടുകാരുടെ ഒറ്റ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ ഇനി കല്യാണം കഴിപ്പിച്ച് വിട്ടാലും പഠിപ്പിക്കണം. ആ ഒറ്റ ഒരു കാര്യം മാത്രം എൻ്റെ വീട്ടുകാർ പറഞ്ഞു. അപ്പൊ വീട്ടിൽ നിന്ന് അമ്മ ഇങ്ങനെ ഒരുക്കി നടക്കുന്ന പൗഡറും ഇങ്ങനെ പൊട്ടു വിട്ട് ഇവിടെ കുത്തും വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ സ്കൂളിൽ അങ്ങനത്തെ ടൈപ്പായിരുന്നു. ഇപ്പൊ ഡിഗ്രി വരെ കോളേജിലായത് വരെ. പിന്നെ എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷമാണ് ഞാനിവനെ മൊത്തത്തിൽ അങ്ങ് മാറ്റി. എനിക്ക് മാത്രമല്ല, വീട്ടിലും ഒരു മോനെ കിട്ടി, ആ ഒരു സന്തോഷം എന്റെ അവിടെ. ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത് ആരാണ്? കേട്ടത്? ഞാനിപ്പോ ജിമ്മിൽ പോയി തുടങ്ങി. അപ്പൊ ഡയറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചപ്പാത്തി എന്നിട്ട് ഒറ്റ കൊണ്ടിട്ട് കഴിച്ചിട്ട് ഞാൻ കണ്ട ഇത് ഞാൻ കഴിച്ചു. അപ്പൊ അതിന്റെ അത് കഴിട്ട് ഞാൻ ചേച്ചി മാറ്റി. ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ സർപ്രൈസ് കിട്ടിയത് ചേട്ടന്റെ നേരത്തെ പോയി ഓർഡർ ചെയ്ത് മോതിരം ജോലിയർ പോയി നമ്മൾ വാങ്ങിയിട്ട് വെളിയിൽ കൊണ്ട് ആദ്യം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചേച്ചി വിളിച്ചു പറഞ്ഞു, ഞാൻ ഫ്ലിപ്പിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്ത് ആ പയ്യ അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട്, അത് പോയി എടുക്കാൻ പറഞ്ഞു. അത് ഏറ്റവും ഫ്ലോപ്പായി. സാധനം വെച്ചിട്ടുണ്ട് മോതിരം. പിന്നെ ചേച്ചി വന്ന് എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ഒന്ന് അഭിനയി അതുപോലെ ഒന്ന്. ചേച്ചി അഭിനയിച്ചു. അവ എന്റെ വിളിച്ചേക്ക് ചീത്തൊന്നുമില്ല. നേരത്തെ അനുവില്ലേ, അനു ഫോൺ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അനുവിന്റെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നു ഈ കാര്യത്തിൽ നിൽക്കുമ്പോഴേക്കും അനു വിളിക്കുന്നു കല്യാണത്തിന് മുമ്പ്. അപ്പൊ എന്നോട് പറയും, ചേട്ടനെ കണ്ടുപഠിക്കണം, ചേച്ചി എടുത്ത് ഭയങ്കര സ്നേഹമാണ്, കണ്ട വീട്ടിലാണെങ്കിൽ ഒരു ഇതും ഇല്ല കണ്ട. അപ്പൊ ഞാൻ പറയുന്നത് നീ ഇവിടെ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പൊ ഞാനേ നിങ്ങളൊന്ന് ഉഷാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഗെയിമാ കൊണ്ടുവരണേ. കാരണം നിങ്ങൾ ഈ ഉഷാർ എനിക്ക് കുറച്ച് കൂട്ടണം. അപ്പൊ ഞാൻ പെട്ടെന്ന് വാക്കുകൾ പറയും, പെട്ടെന്ന് വരയ്ക്കണം. പൂക്കളം, ഓണസദ്യ, മഹാബലി, സാരി, ഊഞ്ഞാൽ, പായസം, വാഴയില, വള്ളംകളി, പൂക്കൾ, ചെണ്ട, പപ്പടം, പുറി. 12 നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരുപാട് സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്, ഇത് എന്ത് ഗെയിമാന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നെങ്കിൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിം അല്ല. ഓക്കെ, എങ്കിലും ഫണ്ണായിരിക്കും. ആദ്യം ഒരാളുടെ കണ്ണ് കിട്ടും. അപ്പൊ ഞാൻ കിച്ചുവിന് ഒരു 12 വാക്കുകൾ പറയും. അത് സ്പീഡിലായിരിക്കും ഞാൻ പറഞ്ഞുതരാം. അത് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളായിരിക്കും. അപ്പൊ ഇതൊന്ന് വരയ്ക്കുക സ്പീഡില്, വരച്ച് അറിയായിരിക്കും. ഓക്കെ, അപ്പം 12 കോളം കംപ്ലീറ്റ് ചെയ്യുക. ആള് കണ്ണുറക്കുക, അത് എന്തൊക്കെയാന്ന് ഐഡന്റിഫൈ ചെയ്യുക. കൃത്യമായിട്ട് വരച്ച് എന്താണെന്ന് ഞാൻ ചോദിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ 3ാമത്തെ കോളത്തിൽ എന്താ വരച്ചെന്ന് ചോദിക്കും, അത് പറയണം. ഓക്കെ, അങ്ങനെ 3 ചോദ്യങ്ങൾ ചോദിക്കും. കറക്റ്റ് ആരാണ് പറയുന്നത് നോക്കാം. അതേ ഗെയിം തന്നെ ഇവിടെയും കൊടുക്കും. ഓക്കെ, റെഡിയാണോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, വിളിച്ചോ. പറയുന്ന സാധനം വരയ്ക്കണം. അപ്പൊ ഞാൻ പെട്ടെന്ന് വാക്കുകൾ പറയും, പെട്ടെന്ന് വരയ്ക്കണം. എത്രത്തോളം സ്പീഡിൽ വരക്കുന്നു എന്നതിലാണ് കാര്യം. ഓക്കെ, പറയട്ടെ. ഒരു തവണ ഞാൻ പറയേ, ശ്രദ്ധിച്ചു കേൾക്കണം. പൂക്കളം, ഓണസദ്യ, മഹാബലി, സാരി, ഊഞ്ഞാൽ, പായസം, വാഴയില, വള്ളംകളി, പൂക്കൾ, ചെണ്ട, പപ്പടം, ഉറി. 12 ബാക്ക് ഞാൻ തുടങ്ങണേ. ഉറി, ഉറി, പപ്പടം,
ചെണ്ട, പൂക്കൾ, വള്ളംകളി, വാഴയില, ചേട്ടാ പായസം, ഊഞ്ഞാൽ, സാരി, മഹാബലി, ഓണസദ്യ, പൂക്കളം. ഓക്കെ, കഴിഞ്ഞു. വരച്ചില്ല കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഓർത്ത് എന്തെങ്കിലും വരക്കാനുണ്ടോ? 2 വരയ്ക്കുണ്ട്. വരക്കാനുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഓർത്ത് നോക്കി എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, വരച്ചു കഴിഞ്ഞോ? അല്ല, കണ്ണയക്കാൻ പോവാ. റെഡി അല്ലേ? ഓക്കെ, അനു കണ്ണയച്ചോ. ഓക്കെ, റെഡി അല്ലേ? അതൊന്ന് കാണിക്കോ ഞങ്ങളെ വരച്ചതൊന്ന് ഈ ക്യാമറയിൽ ഒന്ന് കാണിച്ചോ. ചിലതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇതൊന്ന് കാണാൻ പറ്റും. ഞാനൊന്ന് ചോദിക്കുന്ന പോലെ എനിക്ക് പറഞ്ഞു തന്നാ മതി. ഇത് ഏതൊക്കെ കോൾ ഉണ്ട് എന്ന് നോക്കട്ടെ. ശരി, മൂന്നാമത്തെ ആരാ? പറഞ്ഞു കൊടുക്കരുത്. മഹാബലി. ഓക്കെ, ശരി. 10ാമത്തെ എന്താ? ചെണ്ടയാ. ഓക്കെ, ഒരു കാര്യം ചെയ്യുക, അത് ഓരോന്നായിട്ട് പറഞ്ഞേ. വരച്ചതൊക്കെ പറഞ്ഞോ. ആദ്യത്തത് പൂക്കളം. ഓക്കെ, പപ്പടോ. ഓക്കെ, ശരി, പപ്പടം. ഓക്കെ, അടുത്തത് ഊഞ്ഞാൽ. ഓക്കെ, ഊഞ്ഞാൽ. ഊഞ്ഞാല്. 4ാമത്തെയോ? വാഴയില. 6ാമത്തെ എന്താ? ഇതാ. ഇതെന്താ അറിയോ? ആള് മുഴുവൻ തെറ്റിച്ചു. തെറ്റിച്ച വരച്ച വരച്ചത് വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കൂ. ഊറി. ഇത് ഊറിയല്ലേ? ഓക്കെ, തൊട്ടപ്പുറത്തുള്ളതോ? 12ാമത്തെ. ഇതാ. 2ാമത്തെയും 11ാമത്തെയും ഏതാണ്ട് ഒരുപോലെ തന്നെ, വട്ടത്തിലൊരു കുത്ത്. പപ്പടമാണോ ഇത്? അപ്പൊ മോളത്തെയോ? പായസം, പപ്പടം. ഇത് പായസോ? അല്ല, സദ്യയാ. സദ്യയോ? അതോ? വള്ളംകളി. വള്ളംകളി. അത് കണ്ടിട്ട് എന്താ സദ്യ എന്ന് പറയാൻ കാരണം? ആളൊന്ന് ഊഹിച്ചു പറഞ്ഞതാ. അതെങ്ങനെ സദ്യ പറഞ്ഞേ? ഇത് വള്ളം കളിയിട്ട് ഒരു സാമ്യമില്ല. ഇത് എനിക്ക് അത് മാത്രമാണ് വള്ളായിട്ട് തോന്നിയത്. ഓക്കെ, കഴിഞ്ഞു. ഐഡന്റിഫയർ. ഓക്കെ, സോ അപ്പം ഭാര്യ ഭർത്താവ് റൗണ്ടിൽ ഏകദേശം നമുക്കൊരു ധാരണ വന്നിട്ടുണ്ട്. ഇനി ചേച്ചിയും അനിയത്തിയും എനിക്കൊന്ന് ട്രൈ ചെയ്യണം എന്നുണ്ട്. ആർക്കാണ് അനുമായിട്ട് കൂടുതൽ കണക്ഷൻ നോക്കാം ഇതിലൂടെ. ഓക്കെ, അപ്പം അനു വരക്കും, ആര് ചേച്ചി കണ്ടുപിടിക്കും. ഓക്കെ, പടപടയെന്ന് സ്പീഡിൽ പറയും. ഒരു തവണ ഞാൻ പറയത്തുള്ളൂ. നേരത്തെ അത് ഞാൻ പറഞ്ഞു. കേട്ടിക്കോ. റെഡി? കുട, തേങ്ങ, പഴം, ശർക്കരട്ടി, വിളക്ക്, മാല, മത്തങ്ങ, കസേര, സൂര്യൻ, പാത്രം, പൂക്കൾ, വള്ളം. ഓർമ്മശക്തി എത്രയുണ്ടെന്ന് നോക്കാം. എനിക്കത് ചേച്ചി മനപ്പാടാക്കാണെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് കേട്ടിട്ട് മനപ്പാടാക്കാം. ഇനി വരച്ചത് മനസ്സിലായില്ലെങ്കിലും ഞാൻ ഓർത്ത് പറയാനാ ചിന്തിക്കുന്നത്. തിരിച്ചു പറയാൻ പറ്റുമോ ഒന്നുകൂടെ? തിരിച്ച്. ഓക്കെ, ഒരു തവണ സ്പീഡിൽ പറയട്ടോ കുട്ടി. ഞാൻ പറയട്ടെ, താഴെന്നാണേ. വള്ളം, പൂക്കൾ, പാത്രം, സൂര്യൻ, കസേര, മത്തങ്ങ, മാല, വിളക്ക്, ശർക്കര വരട്ടി, പഴം, തേങ്ങ, കുട. കഴിഞ്ഞോ? വരച്ചു കഴിഞ്ഞില്ലേ? ചേച്ചി റെഡിയാണ്. അനിയത്തി എന്താണ് വരച്ചത് കാണാൻ വേണ്ടിട്ട് ഒന്ന് കാണിക്കോ എന്തൊക്കെയാ വരച്ചെന്ന്. ആളെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുമ്പ് വാവ് വണ്ടർഫുൾ. എനിക്ക് 5ാമത്തെ എന്താന്ന് അറിയണം. ബാക്ക്ഗ്രൗണ്ട് പറയരുത്, ആൾക്കാരുടെ ഐഡിയയിലത്. ഓക്കെ, ഗ്യാപ്പിൽ ഡിസൈൻ ചെയ്യാം. ശരി ശരി, ചേച്ചി കണ്ടു ചേച്ചി.
ആള് ഗംഭീരമായിട്ട് വരച്ചിട്ടുണ്ട്. സോ ഒന്നാമത്തെ എന്താ? കൂട, തേങ്ങ, ആ പഴം, ആ മത്തങ്ങ, ആ മത്തങ്ങ അല്ലത്. ഏറ്റവും ഉത്തരാണ് പറഞ്ഞത്. മത്തങ്ങ ഇതല്ല. വിളക്ക്, ആ പൂക്കളം, വള്ളം, ഇതെന്താണ് എന്തത്? എന്തോ ആൾക്ക് എന്റെ ഒരു ധാരണയില്ല. ഓക്കെ, ബാക്കി ഹസ്ബൻഡ് പറയൂ. കിച്ചു പറയട്ടെ. സൂര്യനോ? ഇത് സൂര്യൻ, ഈസി. അത് ഇത് മത്തങ്ങ. ഞാൻ മത്തങ്ങ പറഞ്ഞത് മത്തങ്ങ തേങ്ങ ഏഴാമത്തെ തേങ്ങ 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 തേങ്ങയാണ് വരച്ചത്. അല്ല, മത്തതല്ലേ? അതൊരു പാത്രമായിരുന്നു. പാത്രത്തെയാണ് പുള്ളിക്കാരി വരച്ചിട്ടുള്ളത്. ഓക്കെ, എന്നാ പിന്നെ ആദ്യം മുതലൊന്ന് കിച്ചു പറഞ്ഞേ, ഏതൊക്കെയാണ് കിച്ചു പഠിച്ചു പറഞ്ഞു? കൂട, ആ അത് ശർക്കര രണ്ടാമത്തെയോ? അത് ശരി. തേങ്ങ, വെരി ഗുഡ്. പഴം, വെരി ഗുഡ്. മത്തങ്ങ, ശർക്കര വിളക്ക്. മത്തങ്ങ പോലത്തെ ശർക്കര കാണട്ടെ. ഇതാണ് ശർക്കര. അത് മത്തങ്ങ പറയുന്നത് തെറ്റില്ല കേട്ടോ. ആ വിളക്ക്, അപ്പുറത്തെന്താ? വിളക്ക്, വിളക്കായിരുന്നല്ലേ അത്? ഓക്കെ, വിളക്ക് എഴുതിട്ട് എന്തായിരുന്നു? പൂ, അത്തപ്പൂ, പൂക്കളം, പൂക്കളം, ആ വള്ളംകളി. ആ ഞാൻ പറയട്ടെ, വള്ളംകളിയൊക്കെ ഇട്ട അവസാനം ഞാൻ പറഞ്ഞേ 12 വള്ളം. ഞാൻ പറഞ്ഞ പോലെ ഒന്നല്ല, ക്രമം തെറ്റിച്ചിട്ടുണ്ട്. പക്ഷെ അത് വരച്ചു. ദീപം. ദീപമോ? ദീപമേ? അതെന്താ കസേരയായിരുന്നോ? അത് കസേരയാണോ? ദീപം ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അറിഞ്ഞു. എനിക്ക് തോന്നുന്നു കസേരയായിരിക്കും. സൂര്യൻ. സൂര്യൻ. ഇതാണ് മത്തങ്ങ. ഇതാ മത്തങ്ങ. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. എനിക്കൊന്ന് ഈക്വൽ ആയിട്ട് രണ്ടുപേർക്കും മാക്സിമം സമാസമത്തിൽ മനസ്സിലായിട്ടുണ്ട് എന്താ വരക്കണേ. പക്ഷെ കേട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വര നടന്നു, എന്താ പറഞ്ഞതിന് മാത്രം കേട്ട് വരച്ചില്ല, ക്രമം തെറ്റിയിട്ടാ വരച്ചത്.